നിങ്ങൾക്കറിയാവോ അലർജി വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? IG ലെവൽ, AC ലെവൽ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിൽ അലർജി വരുമ്പോൾ മാറുന്നത്? പല രീതിയിലുള്ള അലർജൻസ് ഉണ്ട് നമ്മുടെ സറൗണ്ടിങ്ങിൽ. പോളൻസ്, ഡസ്റ്റ്, ഏതെങ്കിലും ഫുഡ് ഐറ്റംസ്. അപ്പം അതിൻ്റെ കൂടെ ഫസ്റ്റ് നമ്മുടെ അലർജൻസ് നമ്മുടെ ശരീരത്തിൽ പോകുമ്പോൾ IG എന്നാണ് റിയാക്ട് ചെയ്യുന്നത്. IG എന്ന് പറഞ്ഞാൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസാണ്. ആ ഇമ്മ്യൂൺ റെസ്പോൺസിൽ ഹിസ്റ്റാമിൻ പോലത്തെ ഒരു സബ്സ്റ്റൻസ് റിലീസ് ചെയ്യും. IG ആണ് നമ്മുടെ അലാറം ഓഫ് ദ ബോഡി എന്ന് പറയാൻ. നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് ചെയ്ത് കഴിഞ്ഞു, അത് നമ്മുടെ ബോഡി ശരീരത്തിൽ മനസ്സിലായി ഇവിടെ ഒരു അലർജൻസ് ഉണ്ട്. സെക്കൻഡ് റെസ്പോൺസ് ആണ് AEC. AEC എന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലാമേറ്ററി മാർക്കറാണ്. ആ ഇൻഫ്ലാമേറ്ററി പ്രോസസ്സ് നടക്കും. അപ്പം ഈ അലർജി നടക്കുന്നത് ഒരു ഡിഫൻസ് മെക്കാനിസം പോലെ AEC പോയിട്ട് ആക്റ്റീവ് ആകും. അങ്ങനെ ഇൻഫ്ലാമേഷൻ നടക്കും, അലർജിക് ഇൻഫ്ലാമേഷൻസ്. അപ്പം IG നമ്മുടെ ബോഡിയിൽ എല്ലാ സമയത്തും ആക്റ്റീവായിട്ട് കിടക്കാൻ പറ്റും. കാരണം ലോങ് ടൈം വരെ ആ അലർജിക് റെസ്പോൺസ് പോലത്തെ അലർജൻസ് ഇല്ലാതും നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും. പക്ഷേ AEC എന്ന് പറഞ്ഞ ഒരു അക്യൂട്ട് ഫേസ് റിയാക്ഷൻ പോലത്തെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻഫ്ലാമേഷൻ നമ്മുടെ അലർജൻസ് ശരീരം വന്നാൽ അതിനെ അറ്റാക്ക് ചെയ്യാനും അതിന് ത്രൂ ഔട്ട് ചെയ്യാൻ വേണ്ടിയും കാണുന്നത്. അതുകൊണ്ട് IG ലെവൽ ചില സമയത്ത് നമ്മൾക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും, AEC നോർമലും. ചില സമയത്ത് AEC ഭയങ്കര ഹൈ ആയിട്ട് കാണാൻ പറ്റും, IG നോർമലും. സോ IG ഈസ് അലാറം, AC ഈസ് ദ റെസ്പോൺസ് ടു ദാറ്റ് അലാറം. അപ്പോൾ നിങ്ങൾ അലർജിക് ആണെങ്കിൽ നിങ്ങൾ എല്ലാ സമയത്തും IG ലെവൽ, AEC ലെവൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് എത്തും.